കനത്ത ചൂടിനെ തുടർന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മാസം 6 വരെ അടച്ചിടാൻ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇന്നും നാളെയും തുടരും. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. അലക്സ്, കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് വരും ദിവസങ്ങളിലും കേരളത്തിൽ ഉഷ്ണതരംഗ പ്രതിഭാസം ഉണ്ടാകും എന്നാണോ? ഇതിന്റെ വെളിച്ചത്തിലാണോ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൽക്കാലം അടച്ചിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, തീർച്ചയായും സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും ഉയർന്ന താപനില മുന്നറിയിപ്പ് 12 ജില്ലകളിൽ നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലാണ് ഇത്തരത്തിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, അതുപോലെ തൃശ്ശൂരിലും കോഴിക്കോടും താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴയിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ അത്യുഷ്ണം മൂലം ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അത്യുഷ്ണം അനുഭവപ്പെടാൻ ഈ മേഖലകളിൽ സാധ്യതയുണ്ട്. മാത്രമല്ല മറ്റ് 8 ജില്ലകൾ കൂടി സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ഉയർന്ന ചൂടിൻ്റെ പശ്ചാത്തലത്തിൽ, അസാധാരണമായ അതിതീവ്രമായ ചൂട് സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ, ഈ സാഹചര്യം വിലയിരുത്താൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നത്. ആ യോഗത്തിൽ മന്ത്രിമാരടക്കമുള്ളവർ, ചീഫ് സെക്രട്ടറി, ഒപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശമായി ഉയർന്നു വന്നത് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മെയ് 6 വരെ അടച്ചിടാൻ തീരുമാനിച്ചതാണ്. അത് ചൂടിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനമാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മണി മുതൽ 3 മണി വരെ ഒഴിവാക്കണമെന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം ഉണ്ട്. അതുമാത്രമല്ല പോലീസ്, അതുപോലെ ഫയർഫോഴ്സ്, മറ്റു സേനാ വിഭാഗങ്ങൾ, NCC, SPC തുടങ്ങിയവരുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലും അത് ഒഴിവാക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായി വന്നിട്ടുള്ളത്. മറ്റുള്ളത് നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകളിൽ ചിലതാണ്. പകൽ 11 മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി ഇന്ന് അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മത്സ്യത്തൊഴിലാളികൾ, അവരൊക്കെ ഈ കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ അവരുടെ ജോലി സമയം ഇതിനനുസരിച്ച്, ചൂടിനനുസരിച്ച് സമയം ക്രമീകരിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. ഒപ്പം ഈ ആസ്പെറ്റോസ്, അതുപോലെ ടിൻ ഷീറ്റ് മേൽക്കൂരയായിട്ടുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം എന്ന നിർദ്ദേശമുണ്ട്. ഇത്തരം മേൽക്കൂരകൾക്കടിയിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശം ഈ അവലോകന യോഗത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഉയർന്ന ചൂടിങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മാർക്കറ്റുകളൊപ്പം കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങളിലൊക്കെ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ ഫയർ ഓഡിറ്റ് നടത്തി ആ സുരക്ഷാ മുൻകരുതൽ പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അപ്പം സ്കൂളുകൾ, ആശുപത്രികൾ, അവിടെയൊക്കെ ഫയർ ഓഡിറ്റും ആ സംവിധാനവും ഒക്കെ ഉറപ്പുവരുത്തി സുരക്ഷാ മുൻകരുതൽ പാലിക്കണം. കാട്ടുതീ പടരാനുള്ള സാധ്യതയുള്ളതിനാൽ ആ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രത തുടരണമെന്ന് അറിയിക്കുന്നുണ്ട്. പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ നിർബന്ധമായും ഈ കലാകായിക മത്സരങ്ങൾ, പരിപാടികളൊന്നും നടത്തരുതെന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം ഇന്ന് ഉയർന്നു വന്നത്, അടുത്ത ആഴ്ച മുതൽ സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ പ്രവചനം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഉറപ്പുവരുത്തണം എന്ന നിർദ്ദേശം ഇന്ന് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ ചുമതലയുള്ള മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കളക്ടർമാർ ഈ യോഗം ചേർന്ന് ജില്ലകളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തി അത്തരം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിയന്തരമായി ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേനൽ മഴ പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ എന്നീ കേരളത്തിലെ ജില്ലകളിൽ ഉഷ്ണതരംഗം തുടരും ഇന്നും നാളെയും എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച വരെ അവധി നൽകിയിട്ടുണ്ട്. കനത്ത ജാഗ്രത ആവശ്യമാണ് എന്ന ഒരു നിർദ്ദേശമാണ് വരുന്നത്. അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയാണ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.